നമസ്കാരം. മെട്രോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഷഹന അനീഷ്. പ്രധാന വാർത്തകൾ. ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചും പോലീസ് സന്നാഹത്തെ കാഴ്ചക്കാരാക്കി മാറ്റിയും പെരുമ്പാവൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ റാലി നടത്തി. പെരുമ്പാവൂരിൽ യുദ്ധസമാന സാഹചര്യമൊരുക്കി പോലീസും പോപ്പുലർ ഫ്രണ്ടും മുഖാമുഖം നിന്ന് നിരോധന ഉത്തരവും റാലിയും ഒരു നാടകം പോലെ നിർവഹിച്ചപ്പോൾ അനാവശ്യമായ ബന്ദികളായത് ജനങ്ങൾ. വാർത്തകൾ വിശദമായി. ജില്ലാ കളക്ടറുടെ നിരോധന ഉത്തരവിന് പുല്ലുവില കൽപ്പിച്ചും പോലീസ് സന്നാഹത്തെ കാഴ്ചക്കാരാക്കി മാറ്റിയും പെരുമ്പാവൂരിൽ പോപ്പുലർ ഫ്രണ്ടുകാർ റാലി നടത്തി. ജില്ലാ കളക്ടർ ഷേഖ് ഫരീദ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവും റൂറൽ SP ഹർഷിത അട്ടല്ലൂരിയുടെ നേതൃത്വത്തിൽ എന്തിനും തയ്യാറായി സർവ്വസന്നാഹമൊരുക്കി നിന്ന വൻ പോലീസ് പടയെ മറികടന്നായിരുന്നു പോപ്പുലർ ഫ്രണ്ട് റാലി. ഒരു വേള മൊത്തം പോലീസ് വ്യൂഹത്തെ നാലുപാട് നിന്നും ഇരച്ചെത്തിയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരും യൂണിഫോം ധരിച്ച് റാലിയോടൊപ്പം വന്ന കേഡറ്റുകളും വളഞ്ഞു നിന്നു. ജില്ലാ ഭരണകൂടം നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് റാലി തടയാനുള്ള പോലീസിന്റെ തന്ത്രവും ആസൂത്രണവും പിഴച്ചു. ഇതോടെ ഇരച്ചെത്തിയ പോപ്പുലർ ഫ്രണ്ടുകാർ പോലീസ് സേനയെ ബന്ദികളാക്കിയതുപോലെ നിന്നു. പിന്നീട് റൂറൽ SP ഹർഷിതയുടെയും പെരുമ്പാവൂർ DSP ഹരീഷിന്റെയും സംയോജിത തീരുമാനം സംഘർഷം ഒഴിവാക്കുകയും താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ AM റോഡിൽ നിരത്തിയ ബാരിക്കേഡ് മാറ്റി പോപ്പുലർ ഫ്രണ്ടുകാരെ പ്രകടനമായി നീങ്ങാൻ അനുവദിക്കുകയും ചെയ്തു. ഉച്ചകഴിഞ്ഞ് 3 മണിയോടെ ആശ്രമം ഹയർ സെക്കൻഡറി സ്കൂൾ പരിസരത്തു നിന്നായിരുന്നു റാലി ആരംഭിച്ചത്. റാലിയുടെ മുൻനിരയിൽ സംസ്ഥാന നേതാക്കളും വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളും അണിനിരന്നു. ഒരു വശത്ത് അണിയണിയായി ബാൻഡ് സെറ്റിന്റെ അകമ്പടിയോടെ സൈനിക ചിട്ടയിൽ 1000-ഓളം പോപ്പുലർ ഫ്രണ്ട് കേഡറ്റുകളും മറ്റൊരു വശത്ത് പ്രകടനവും. ഇതിനെല്ലാം പ്രതിരോധ കവചമായി നിൽക്കുന്ന തരത്തിൽ സ്ത്രീകളും കുട്ടികളും എല്ലാം അടങ്ങുന്ന വലിയൊരു ആൾക്കൂട്ടവും താലൂക്ക് ആശുപത്രി പരിസരത്തും പെരുമ്പാവൂർ നഗരത്തിന്റെ ഓരോ കോണിലും നിരന്നു. ആയിരക്കണക്കിന് പോപ്പുലർ ഫ്രണ്ടുകാർ ഇരമ്പിയാർത്തും മുദ്രാവാക്യം വിളിച്ചും വിജയാഹ്ലാദം മുഴക്കിയും പത്മവ്യൂഹം തീർത്തു നിന്നപ്പോൾ റൂറൽ SPയും നിരവധി DYSPമാരും CIമാരും ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും മജിസ്ട്രേറ്റ് പദവിയുള്ള തഹസീൽദാർമാരും അടങ്ങുന്ന പോലീസ് ക്രമസമാധാന പാലന സംഘം പകച്ചു പോവുകയായിരുന്നു. സർക്കാർ മെഷീനറി ഊരാക്കുടുക്കിലായ ദുർബല സാഹചര്യത്തിന്റെ ബാരിക്കേഡ് പഴുതിലൂടെ പോപ്പുലർ ഫ്രണ്ട് പ്രകടനവും നിശ്ചല ദൃശ്യങ്ങളും അടങ്ങിയ വാഹന വ്യൂഹവും നിർബാധം കടന്നുപോയി. ഈ സമയം സുഭാഷ് മൈതാനിയിൽ പൊതുസമ്മേളനം ആരംഭിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ദേശീയ സെക്രട്ടറി KM ഷരീഫ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി P അബ്ദുൽ ഹമീദ് അധ്യക്ഷനായിരുന്നു. DGP ജേക്കബ് കുന്നൂസിനെയും കളക്ടർ ഷേഖ് ഫരീദിനെയും റൂറൽ SP ഹർഷിത അട്ടല്ലൂരിയെയും പേരെടുത്ത് പറഞ്ഞ് രൂക്ഷമായി കടന്നാക്രമിച്ചുള്ള പ്രസംഗമായിരുന്നു അബ്ദുൽ ഹമീദിന്റേത്. എറണാകുളം ജില്ലയുടെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാനുള്ളത്, അങ്ങനെയാണ് അധികം കുറ്റപ്പെടുത്തുന്നത്. താങ്കളുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കയറിൽ അനേകം താല്പര്യങ്ങളുടെ വക്കീലാണ് ഒരു പോലീസ് ഉദ്യോഗത്തിന്റെ കയ്യിലാണ് എന്നതാണ്. പ്രിയപ്പെട്ട ബഹുമാന്യനായ അട്ടലിയോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ചെറുപ്പക്കാരെ ഒരു നട്ടയൂണി വിചാരിച്ചാൽ നട്ടയൂണിയാക്കി മാറ്റാൻ കഴിയും. അത് നടക്കില്ല. അക്രമം വഴിവിട്ട പ്രവർത്തനങ്ങൾ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ജില്ലാ ഭരണാധികാരികളുടെയും സംസ്ഥാന ഭരണാധികാരികളുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതിനാൽ സമാധാനത്തിലും സൗഹൃദത്തിലും സഹവർത്തിത്വത്തിലും വിശ്വസിക്കുന്ന അതിനുവേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ ആഗ്രഹിക്കുന്നു. മുഹമ്മദ് ഈസ മൗലവി, P കോയ, സാംകുട്ടി ജേക്കബ്, റെനി ഐലിൻ, KK ബാബുരാജ്, KK ഹുസൈർ, മുഹമ്മദ് അലി എന്നിവർ പ്രസംഗിച്ചു. ഫലത്തിൽ ആഗസ്റ്റ് 15 നടക്കാതെ പോയ ഫ്രീഡം പരേഡ് പോലീസ് ഇന്റലിജൻസ് ആസൂത്രണ പിഴവിൽ വിദഗ്ധമായി പോപ്പുലർ ഫ്രണ്ടുകാർ മേഖലാ റാലി എന്ന പേരിൽ നടത്തിയ കാഴ്ചയാണ് പെരുമ്പാവൂരിൽ കണ്ടത്. മെട്രോ ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ.